Hi friends, KTU BTech Chemistry Module 4 Environmental Chemistry le Water Technology യുടെ Ion Exchange ആണ് നമ്മൾ നോക്കുന്നത്. Ion Exchange എന്ന് പറയുന്നത് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കാനുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. രണ്ട് ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ പെർമനന്റ് ഹാർഡ്നെസ് നമുക്ക് ബോയിൽ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ion exchange technique. So it's a water treatment process that involves exchange of ions between solid resin and water. Ion exchange ആണ് അല്ലേ? നമ്മളിപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ കുറച്ച് കേടായത് നമ്മളുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയത് വാങ്ങും അല്ലേ? ഒന്ന് കൊടുക്കുന്നു വേറൊന്ന് വാങ്ങുന്നു. ഇതുപോലെ വാട്ടറിലുള്ള അയോൺസിനെയും എക്സ്ചേഞ്ച് ചെയ്ത് അതിന് പകരം വേറൊരു അയോൺ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ion exchange resin, solid resin ആണ്. Resin contains charged particles that attract and exchange ions in water, removing impurities and contaminants. Process works on principle of electrostatic attraction, where ions with opposite charges are attracted to each other. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് നടത്തുന്നത്. ഈ ഒരു റെസിൻസിൽ എന്താണുള്ളത്? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണുള്ളത്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. So ion exchange process, ion exchange resins are insoluble cross-linked long chain organic polymers having microporous structure. അപ്പോൾ അതിലൊരു പോറസ് സ്ട്രക്ചർ ആണുള്ളത്. അതായത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഈ ഒരു ion exchange റെസിനിൽ. വേർ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ചെയിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ion exchange capacity. രണ്ട് ടൈപ്പ് ഓഫ് ion exchange resins ഉണ്ട്. ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ ആൻഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ. നെഗറ്റീവ് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനും പോസിറ്റീവ് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനുമാണ് ഉള്ളത്. അപ്പോൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള റെസിൻസിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ഉള്ളത്. അതുപോലെ നെഗറ്റീവ് ചാർജിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള റെസിനിൽ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സോ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ കണ്ടെയ്ൻസ് acidic functional groups like COH, SO3H, etc. Anion exchange resin contains basic functional groups like OH, NH2, etc. Acidic functional groups ആയിട്ടുള്ള H+, അല്ലെ SO3H, COH ഇവിടെയൊക്കെ H+ ആണുള്ളത് അല്ലേ? അപ്പോൾ acidic functional groups ആയിരിക്കും കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ളത്. ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിൽ മെയിൻ ആയിട്ട് OH-, NH2 ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, ഡ്യൂറിങ് അയോൺ എക്സ്ചേഞ്ച് റെസിൻ ഈസ് അത് പിന്നെ പ്രൊസീജിയർ. അപ്പോൾ ഇനിഷ്യലി ഹാർഡ് വാട്ടർ അലൗഡ് ടു പാസ് ത്രൂ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ കോളം ടു റിമൂവ് ഓൾ ദി കാറ്റയോൺസ് ലൈക്ക് കാൽഷ്യം, മഗ്നീഷ്യം, എക്സെട്ര. അപ്പോൾ ഹാർഡ് വാട്ടറിൽ ഏതൊക്കെ അയോൺസ് ആണുള്ളത്? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ് ആണ് കാറ്റയോൺസ് ആയിട്ടുള്ളത്. ആൻഡ് ആനിയോൺസ് ആയിട്ടുള്ളത് സൾഫേറ്റ്സും ക്ലോറൈഡ്സുമാണ്. അപ്പോൾ ആദ്യം കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടിയാണ് നമ്മുടെ ഹാർഡ് വാട്ടർ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് വാട്ടർ എടുക്കുന്നു. ഹാർഡ് വാട്ടർ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യുന്നു. അതിൽ ഓൾറെഡി H+ അയോൺസ് ഉണ്ട്. ഓക്കെ, അസിഡിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അയോൺസ് ആണുള്ളത്. അതായത് H+ അയോൺസ് ആണ് നമ്മുടെ ഈ പോർസിലുള്ളത്. അപ്പോൾ നമ്മുടെ ഹാർഡ് വാട്ടർ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഹാർഡ് വാട്ടറിലുള്ള കാൽഷ്യം, മഗ്നീഷ്യം അയോൺസ് ഉണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം അയോൺസ് ഈ അയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ പോർസിനകത്തേക്ക് കാൽഷ്യം, മഗ്നീഷ്യം അയോൺസ് ചെല്ലുന്നു. ദെൻ നമ്മുടെ H+നെ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ വാട്ടറിൽ ഉണ്ടായിരുന്ന കാൽഷ്യോ മഗ്നീഷ്യോ ഇനി വാട്ടറിലുണ്ടോ? ഇല്ല. പകരം വാട്ടറിൽ എന്തേ ഉള്ളൂ? കാൽഷ്യോ മഗ്നീഷ്യോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയ H+ മാത്രമേ ഇനി നമ്മുടെ ഹാർഡ് വാട്ടറിൽ ഉള്ളൂ. അതിൻ്റെ കൂടെ നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സൾഫേറ്റ്സും ക്ലോറൈഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? അതൊരു ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി നമ്മുടെ വാട്ടർ പാസ് ചെയ്യുന്നു. അവിടെ ആരാ ഉള്ളത്? OH- അയോൺസ് ഉണ്ട്. അപ്പോൾ ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ഒക്കെ നമ്മുടെ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി എൻ്റർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ക്ലോറൈഡ്സ്, സൾഫേറ്റ്സിനെ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പകരം OH- അയോൺസ് ആണ് വാട്ടറിലുള്ളത്. അപ്പോൾ വാട്ടറിൽ ഇനി എന്തേ ഉള്ളൂ? H+ഉം OH- അയോൺസുമേ ഉള്ളൂ. So hard water is allowed to pass through cation exchange resin column to remove all the cations like calcium, magnesium, etc. So calcium and magnesium were exchanged. Okay, then hard water is allowed to pass through anion exchange resin column to remove all the anions like sulfates, chlorides, etc. So sulfates, chlorides എല്ലാം എക്സ്ചേഞ്ച് ചെയ്തു. പകരം OH- കിട്ടി. H+ ions and OH- ions produced from cation and anion exchange resin column combine to form water. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാർഡ് വാട്ടറിൽ ഇനി എന്തൊക്കെയുള്ളൂ? H+ OH- ഉള്ളൂ. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഓൾറെഡി വാട്ടർ ഫോം ചെയ്തോളൂ. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അയോൺസ് ഒന്നും ഇല്ല. So water thus coming out of exchanger will be free from both cations and anions. Hence it is called de-ionized water or demineralized water. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിന് പറയുന്നത്. കാരണം അതിലുള്ള അയോൺസ് എല്ലാം റിമൂവ് ആയിപ്പോയി.
When exchanger becomes exhausted, its capacity to exchange H plus ions and OH minus ions is lost. It is regenerated. അതായത് കുറേ തവണ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള എച്ച് പ്ലസ് OH മൈനസ് ഒക്കെ തീർന്നു. ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ എച്ച് പ്ലസ് OH മൈനസും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ആസിഡിക് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എച്ച് പ്ലസ് വന്ന് നിറയും. അതുപോലെ ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ്റെ ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ OH മൈനസ് അയോൺസും വരുന്നുള്ളൂ. അങ്ങനെ അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. So this is how ion exchange process is done for softening process of hard water. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലാണ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യുന്നത്.